വെൽക്കം ടു ആസ്പിറൻസ് പെർസ്പെക്റ്റീവ് ഡെയിലി 10 UPSC PYQ അനാലിസിസ്. ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2015 PYQ ആണ്. ആൻഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 to 20 ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ 21 to 30 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് ദ റിപ്പോർട്ട് ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സ്? ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് ഇറക്കുന്ന ഒരു റിപ്പോർട്ടാണ്. വേൾഡ് ബാങ്ക് ഇയർലി ട്വൈസ് ഈ റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. ആൻഡ് ഇൻ മന്ത് ഓഫ് ജാനുവരി ആൻഡ് ജൂൺ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സോ വേൾഡ് ബാങ്ക് ആണ് ഈ റിപ്പോർട്ട് ഇറക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വേൾഡ് ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 എക്കണോമി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഡ്യൂസസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ ബൈ 50 basis point, which one of the following likely to happen? സോ RBI എന്താ ചെയ്തത്? SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ 50 ബേസ് പോയിന്റ് ആയിട്ട് കുറക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നടക്കാൻ സാധ്യത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. SLR എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിസർവ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക് അതിന്റെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു പർട്ടിക്കുലർ റിസർവിനെയാണ് SLR എന്ന് പറയുന്നത്. സോ ഈ SLR മേ ബി അത് ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്നില്ല, ഗോൾഡ് ആവാം, ഗോൾഡ് റിസർവ്സ് ആയിട്ടോ PSU ബോൺസ് ആയിട്ടോ എന്ത് ആയിട്ട് വേണേലും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യാം. സോ അതിന്റെ റേഷ്യോ കുറക്കുവാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാങ്കിന് ആ ഒരു എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ബാങ്കിന് ലെൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ മണി അവൈലബിൾ ആണ്, ഒരുപാട് മണി അവൈലബിൾ ആണ്. ഇത് RBI എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് മണി പുറമേക്ക് മാർക്കറ്റിലേക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരിക്കാം സംഭവിക്കുന്നത്? ഒരു കാര്യം സംഭവിക്കുമായിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ, ഇന്ത്യസ് GDP ഗ്രോത്ത് റേറ്റ് ഇൻക്രീസസ് ഡ്രാസ്റ്റിക്കലി. GDPയും ഇതുമായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് GDP കൂടുന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ തെറ്റാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മേ ബ്രിങ് മോർ ക്യാപിറ്റൽ ഇൻ ടു അവർ കൺട്രി. അതും ഒരു തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അടുത്തത്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് മേ കട്ട് ദെയർ ലെൻഡിങ് റേറ്റ്. ബാങ്കിന്റെ കയ്യിൽ ലെൻഡ് ചെയ്യാൻ ഒരുപാട് മണി ഉണ്ടാകുമ്പോൾ ബാങ്കിന് ലെൻഡിങ് റേറ്റ് ഒന്ന് കുറച്ചാലും ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റിനെ അത് ബാധിക്കില്ല. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അവർക്ക് ലെൻഡിങ് റേറ്റ് കുറച്ചാലും ഇറ്റ് വിൽ നോട്ട് അഫക്ട് ബാങ്കിന്റെ പ്രോഫിറ്റ്. സോ അത് ഒരു സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ഇറ്റ് മേ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദ ലിക്വിഡിറ്റി ടു ദ ബാങ്കിങ് സിസ്റ്റം. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SLR കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂടുവാണ്, ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് കൂടുവാണ്. സോ ഇതും സംഭവിക്കില്ല. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23 സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ with reference to the use of nanotechnology in health sector, which of the following statement is or are correct? നാനോടെക്നോളജിനെ കുറിച്ചാണ്. അതിന്റെ ഒരുപാട് യൂസ് ഉണ്ട് ഇൻ ഹെൽത്ത് സെക്ടറിൽ. അതിന്റെ യൂസ് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ളത്. ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി ഈസ് മെയ്ഡ് പോസിബിൾ ബൈ നാനോടെക്നോളജി. അത് നാനോടെക്നോളജിയുടെ ഒരു യൂസ് ആണ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്നുള്ളത്. സോ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നാനോടെക്നോളജി ക്യാൻ ലാർജ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ജീൻ തെറാപ്പി. നാനോടെക്നോളജി ജീൻ തെറാപ്പിക്ക് അത്യാവശ്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. ഇൻ ഇന്ത്യൻ മാർക്കറ്റ്സ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആർ റെഗുലേറ്റഡ് അണ്ടർ ദ അഗ്രികൾച്ചർ ഷെഡ്യൂൾ 7 സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ തിയറി ഉള്ള അറിവ് വെച്ചെടുക്കാവുന്നതാണ്. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് അണ്ടർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആക്ട് എനാക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഒരു ആസ്പിറന്റ് അല്ലാത്ത ആളുകൾക്കും ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാഷണൽ അക്വാറ്റിക് ആനിമൽ ഓഫ് ഇന്ത്യ? നമുക്കറിയാവുന്നതാണ്, പെങ്ങാറ്റിക് ഡോൾഫിൻ ആണ് നാഷണൽ അക്വാറ്റിക് ആനിമൽ ഓഫ് ഇന്ത്യ. അത് 18th May 2010 നാഷണൽ അക്വാറ്റിക് ആനിമൽ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. സോ ഇറ്റ്സ് ലോക്കലി നോൺ എസ് സൂസു. അതിന്റെ ഒരു ബ്രീത്തിങ് സൗണ്ട് വെച്ചാണ് അതിനെ ലോക്കലി അറിയപ്പെടുന്നത്. ഇതൊരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ആൻഡ് ഇത് അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയതുകൊണ്ട് തന്നെ ഷെഡ്യൂൾ 1 ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡേൺ ഹിസ്റ്ററി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വിത്ത് റെഫറൻസ് ടു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അതിന് മുന്നേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിനെ കുറിച്ചൊരു ചെറിയൊരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് എ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അത് 1934 എസ്റ്റാബ്ലിഷ് ചെയ്തത് ബൈ ജയപ്രകാശ് നാരായണൻ ആൻഡ് ആചാര്യ നരേന്ദ്ര ദേവ്. സോ അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഐഡിയോളജി ലൈക്ക് ദേ ഹാവ് മാർക്സിസ്റ്റ് ഐഡിയോളജി ഉണ്ടായിരുന്നു, ഗാന്ധിസം ഉണ്ടായിരുന്നു, പ്ലസ് ലിബറൽ ഐഡിയോളജി ഉണ്ടായിരുന്നു, സോഷ്യൽ ഡെമോക്രസി, അങ്ങനെ ഉള്ളൊരു ഐഡിയോളജി ഒക്കെ ആയിരുന്നു അവരുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണലിസം, ഇൻഡിപെൻഡൻസ് ഒക്കെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. അബോളിഷൻ ഓഫ് ക്യാപിറ്റലിസം, ജമീന്ദാരി സിസ്റ്റം, പ്രിൻസ്ലി സ്റ്റേറ്റ് ഒക്കെ ആയിരുന്നു. സോ ഇനി നമുക്ക് ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ആ ഒരു സംഭവത്തിന്റെ ടോണും ഇവരുടെ ഒരു ഐഡിയോളജി വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും.
ഇറ്റ് അഡ്വക്കേറ്റഡ് ദ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് എവേഷൻ ഓഫ് ടാക്സസ്. അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇതായിരുന്നില്ല. സോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് proletariat. ആൻഡ് ആക്ച്വലി ഇതിന് ഡെമോക്രസി തന്നെയായിരുന്നു ഇതിന്റെ ഒരു എയിം, ഈ ഒരു പാർട്ടിയുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ. സോ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇറ്റ് അഡ്വക്കേറ്റഡ് സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് ഫോർ മൈനോറിറ്റി ആൻഡ് ഒപ്രസ്ഡ് ക്ലാസ്. ഇതും അതിന്റെ ഒരു റൂളോ ഒന്നും ആയിട്ട് ഉണ്ടായിരുന്നില്ല. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, നൺ ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27, പോളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Consider the following statement. The Rajya Sabha has no power either to project or to amend the money bill. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാജ്യസഭയ്ക്ക് മണി ബില്ലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല അധികാരങ്ങളൊന്നും തന്നെ ഇല്ല. സോ അടുത്തത്, ദ രാജ്യസഭ കനോട്ട് വോട്ട് ഓൺ ഡിമാൻഡ്സ് ഫോർ ദ ഗ്രാൻഡ്സ്. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ രാജ്യസഭ കനോട്ട് ഡിസ്കസ് ദ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഡിസ്കസ് ചെയ്യാൻ രാജ്യസഭയ്ക്ക് പറ്റും. സോ 1 and 2 ഓൺലി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Next question number 28. The Government of India Act 1919 clearly defined. Government of India Act 1919 clearly defined the jurisdiction of central and provincial government ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. The separation of power between judiciary and legislature ഒന്നും clearly defined അല്ല. The power of Secretary of State for India and Viceroy ഒന്നും clearly define ചെയ്തിട്ടില്ല. Government of India Act 1919 അത് clearly define ചെയ്തത് the jurisdiction of the central and provincial government ആണ്. So option B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Next question number 29. Which of the following brings out the consumer price index number for industrial workers? So RBI അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അല്ല, ലേബർ ബ്യൂറോ ആണ് ശരിയായിട്ടുള്ള ആൻസർ. CPI നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ബ്രിങ് ഔട്ട് ചെയ്യുന്നത് ലേബർ ബ്യൂറോ ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Question number 30. In the context of modern scientific research, consider the following statement about ice cube, a particle detector located at South Pole, which was recently in the news. നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇറ്റ് വാസ് എ കറണ്ട് അഫെയർ. സോ എന്താണ് ഈ ഐസ് ക്യൂബ് എന്ന് പറയുന്നത്? ഐസ് ക്യൂബ് അഥവാ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി, അത് ഒരു അതുപോലത്തെ ഒരു ഫസ്റ്റ് ഡിറ്റക്ടർ ആണ്. അതെന്തിനാണ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ടു ഒബ്സർവ് കോസ്മോസ് ഫ്രം ദ ഡീപ് വിത്തിൻ ദ സൗത്ത് പോൾ ഐസ്. സോ and it's an international group of scientists responsible for scientific research makes ice cube collaboration. Approximately 300ഓളം ഫിസിസ്റ്റ് ഉണ്ട്, ഒരു 53ഓളം ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 12ഓളം കൺട്രിയിലായിട്ടാണ് അത്രയും പേരുള്ളത്. ആൻഡ് ഈ ഒരു ഇന്റർനാഷണൽ ടീം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈ ഒരു ഡിസൈനിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഇന്റർനാഷണൽ ടീമാണ്. ആൻഡ് ഇതൊരു പവർഫുൾ ഒരു ടെലസ്കോപ്പ് ആണ്. ഇത് നമ്മുടെ ഫിസിക്സിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഡാർക്ക് മാറ്റേഴ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂട്രോൺസ്, അങ്ങനത്തെ കുറെ ന്യൂട്രിനോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സംഭവം, ഈ ഒരു കൊളാബറേഷൻ ഉണ്ടായിട്ടുള്ളത്. ഐസ് ക്യൂബ് എന്നൊരു കൊളാബറേഷൻ ഉണ്ടായിട്ടുള്ളത് ഒരു ന്യൂട്രിനോ ഒബ്സർവേറ്റർ ആണ്. സോ അത് വർക്ക് ചെയ്യുന്നത് അത് ഭയങ്കര ഡീപ്പായിട്ട് ബറി ചെയ്താണ് ഇരിക്കുന്നത് സംഭവം. സോ ഇനി സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഇറ്റ് ഈസ് വേൾഡ്സ് ലാർജസ്റ്റ് ന്യൂട്രിനോ ഡിറ്റക്ടർ. ആ ഒരു കൈൻഡിലെ ആദ്യത്തെ ഒരു ഡിറ്റക്ടർ ആണ് ഇത്. സോ ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് ന്യൂട്രിനോ ഡിറ്റക്ടർ എൻകോംപാസിംഗ് എ ക്യൂബിക് കിലോമീറ്റർ ഓഫ് ഐസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് പവർഫുൾ ടെലസ്കോപ്പ് ടു സെർച്ച് ഫോർ ഡാർക്ക് മാറ്റർ, ന്യൂട്രിനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. സോ ഇറ്റ്സ് ബറീഡ് ഇൻ ഡീപ് ഇൻ ദ ഐസ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.